എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ പ്രഭാത ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ കടക്കണം. അതിന് മുമ്പായി ഇന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. താഴെ തട്ടും മുട്ടുമൊക്കെ കേൾക്കുന്ന അടുക്കളയുടെ പുതുക്കിപ്പണി നടക്കുകയാണ്. അതിൻ്റെയാണ്. ഇപ്പോൾ നമ്മുടെ പാചകം ചെയ്യുന്ന സ്ഥലമൊക്കെ ഇതൊക്കെയാണ്. അപ്സ്റ്റെയറിലെ ബാൽക്കണിയിലാണ് ഒരു പാചകശാല സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു 5 സ്റ്റാർ തട്ടുകട. ഏതു സാഹചര്യത്തിലും ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാകണം, അല്ലേ? അടുപ്പ് കത്തിച്ചില്ല, മറന്നുപോയി. എല്ലാം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഓരോന്നും എടുക്കാനും ഒക്കെ പാട്. ഒരു ചെറിയ സംരംഭത്തിലല്ലേ ഇതിപ്പോൾ എല്ലാം ചെയ്യുന്നത്. അതിൻ്റെ കൂടി ഈ തട്ടലും മുട്ടലും എല്ലാം കൂടെ 2 ദിവസമായിട്ട് എനിക്ക് ഈ ശബ്ദ കോലാഹലങ്ങളൊക്കെ കേട്ടിട്ട് ഭയങ്കര അസ്വസ്ഥത. 2 ദിവസമായിട്ട് എനിക്ക് സുഖമില്ലായിരുന്നു. ഇന്നാണ് മെല്ലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ കയറിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത് സ്പെഷ്യൽ ദോശയാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക്കാർക്ക്, വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ ഉള്ള ദോശയാണ്. ഞാനിന്ന് ആകുമായിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത്. കാരണം ചാനലിൽ ഇങ്ങനൊരു ഗ്യാപ്പ് വരണ്ട എന്ന് കരുതി ചെയ്യുകയാണ്. ഇന്നലെ ഞാനൊന്നും ചെയ്തിരുന്നില്ല. വൈകിട്ട് ഞാൻ ഒരു നാമജപത്തിൻ്റെ വേറെ എന്തോ ഒന്നും ഷോർട്ട് ഇട്ടു. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമല്ലോ. ചെയ്യാതിരുന്നാൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ചാനലിപ്പോൾ ഒന്ന് ഇതായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എടുക്കട്ടെ, ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. റാഗി, ഇത് 1/2 ഗ്ലാസ് റാഗി എടുത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് ചെറുപയറുണ്ട്. 1 നുള്ള് ഓട്സ് ഉണ്ട്. അത് ഓപ്ഷനില്ല, ഇരുന്നുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, കറിവേപ്പില, ഉള്ളി, ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം. ഇവിടെ സൗകര്യങ്ങളൊക്കെ പരിമിതമാണ്. ലൈറ്റൊക്കെ ഇവിടെ അന്നും കൂടി എനിക്ക് ഓർമ്മയില്ല. കാരണം ഇവിടുത്തെ ലൈറ്റുകളൊന്നും ഫാനൊന്നും നമ്മൾ ഇടാറില്ലല്ലോ. വെട്ടം കിട്ടി. അപ്പോൾ ചട്ട് കിടക്കട്ടെ. അല്ലേ ഇവിടെ താഴെയൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുക. ബാൽക്കണിയുടെ ഇത് ബാൽക്കണിയാണ്. ബാൽക്കണിയിലാണിപ്പം നമ്മൾ അടുക്കള സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ പഴയ അടുക്കള നല്ല അടുക്കളയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെങ്കിൽ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് സ്ലാബ് ശകലം ഇടിഞ്ഞു. അപ്പോൾ അത് വല്ലാത്ത വൃത്തികേട്. ആ സ്ലാബ് മാറ്റാനായിട്ട് പുറപ്പെട്ടതാണ്. ഇപ്പോൾ അടുക്കള മൊത്തം ഇന്നിപ്പോൾ 5 ദിവസമായി, ഒന്നും ആയിട്ടില്ല. അത് പഴയ കെട്ടല്ലേ, ഒക്കെ ഇടിക്കാനും പൊളിക്കാനും ഒക്കെ ഭയങ്കര പാടാണെന്ന് അവർ പറഞ്ഞു. എനിക്ക് തട്ടും മുട്ടും ഞാൻ മുകളിലായിരിക്കുന്നെങ്കിലും അത് അയ്യോ ഭയങ്കര ശബ്ദമാണ്. അതൊക്കെ കൊണ്ടായിരിക്കും എനിക്ക് 2-3 ദിവസമായിട്ട് വയ്യ, സുഖമില്ല, തീരെ സുഖമില്ല. ഞാൻ പിന്നെ സുഖമില്ല എന്നും പറഞ്ഞൊരിടത്ത് കടന്നു പോയില്ലേ. അതുകൊണ്ട് ഞാൻ ഓരോന്ന് എഴുന്നേറ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ മാഷ്ക്കല്ലേ ദുരിതം. രാവിലെയൊക്കെ മാഷക്ക് കഷ്ടപ്പാടാണ്. അല്ലെങ്കിൽ ചായ കൊണ്ട് ചെല്ലും നമ്മൾ. ഭക്ഷണ സമയത്ത് നമ്മൾ തന്നെ റെഡിയാക്കി മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കും. ഇതിനൊന്നും എനിക്ക് വയ്യ 2-3 ദിവസമായിട്ട്. ഈ തട്ടലും മുട്ടലും ഒക്കെ ആയിരിക്കും. എന്തോ ഒരു മാനസിക സമ്മർദ്ദം, പ്രഷറൊക്കെ ഉള്ളതല്ലേ.
അപ്പോൾ ഈ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു അവസ്ഥ. ഇവർ 3-4 ദിവസം കൊണ്ട് ശരിയാകുമെന്ന് പറഞ്ഞു. ഇനി ഒരു 6-7 ദിവസം പിടിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ തറ പഴയ ടൈൽസല്ലേ, 35-40 കൊല്ലം പഴക്കമുള്ള വീടല്ലേ, 40 കൊല്ലം പഴക്കമുണ്ട്. അപ്പോൾ തറയൊക്കെ ഒരുമാതിരി ഡള്ളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കുട്ടികൾ പറഞ്ഞു, അമ്മ എന്നാൽ പിന്നെ മൊത്തം അങ്ങ് വൃത്തിയാക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് വർക്ക് ഏരിയയും കൂടെ കയറി പിടിച്ചു. ഇത് രണ്ടും കൂടെ. അപ്പോൾ അതിൻ്റെയൊക്കെ ജനലുകൾ അഡീഷണൽ ജനൽ വെക്കുന്നു. ഇത് പൊളിക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. ഇന്നത്തെ എംസാൻ പൊടിയാണെങ്കിൽ ഒരു തട്ട് തട്ടി അത് താഴെ പോകും. ഇത് പണ്ട് നല്ല മണലും നല്ല സിമെൻറ്റും കമ്പിയൊക്കെ ഇട്ട് ചെയ്തതല്ലേ. ഇഷ്ടികയൊക്കെ 6 മാസം മഴയത്ത് കിടന്ന് 2 സീസൺ മഴയും കൊണ്ട് അതിൻ്റെ വേസ്റ്റ് മുഴുവൻ പോയി കഴിഞ്ഞുള്ള സ്ട്രോങ് ഇഷ്ടികയാണ് അന്ന് കെട്ടിയത്. ഇപ്പോൾ ഇഷ്ടിക കൊണ്ടൊന്നും അങ്ങോട്ട് കെട്ടുകയല്ലേ. അപ്പോൾ അതിൻ്റെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ വീടിന്. നമ്മുടെ പഴയ വീടുകൾ നിങ്ങളാരും മേടിക്കുകയാണെങ്കിൽ പോലും കുട്ടികളെ പഴയ വീട് നോക്കി മേടിച്ച് നല്ലതാണ്. പിന്നെ നമ്മളൊരു ചെറിയ മെയിൻ്റനൻസ് കൊടുത്താൽ മതി, എല്ലാം നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ദോശ മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഓഫാക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? റാഗിയുണ്ട്, കോറ, ചെറുപയർ, ഉലുവയുണ്ട്, ഉലുവ, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, ഉള്ളി, ഇത്രയും കൂടെ അരച്ചതാണ് ഇത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പം ഞാനിപ്പോൾ 5 സ്റ്റാർ തട്ടുകടയിൽ നിന്നുകൊണ്ടാണ് എൻ്റെ പാചകമൊക്കെ. എൻ്റെ പാചകം എന്ന് പറഞ്ഞാൽ എൻ്റെ പാചകം എന്ന് പറഞ്ഞാൽ രാവിലത്തേതും വൈകിട്ടത്തേതും അല്ലേ ഉള്ളൂ എനിക്ക് പാചകം. ബാക്കിയൊക്കെ നമ്മുടെ ഉച്ചയ്ക്ക് നമ്മുടെ രജനിയാണുള്ളതാ. ഇതിന് പൊടിയുമാണ്, ഞാൻ കുറച്ച് പൊടി അതിലോട്ടിട്ടിട്ടുണ്ട്. ഇനി എനിക്കിത് ഒരെണ്ണം മതി രാവിലെ, നല്ല പോഷകം ബുദ്ധിയുള്ളതല്ലേ. ഇനി ഒരു ഗ്ലാസ് ചായ ഇട്ടിട്ടുണ്ട്. ആ ചായയും കൂടെ കുടിച്ചാൽ ദോശ ഇടുമ്പോഴത്തേക്ക് ചായ പാട കെട്ടി. ഇനി എനിക്കിത് അരിക്കണേലൊക്കെ ഭയങ്കര പാടാണ്. എന്താണെന്നറിയോ, ഓരോന്നും എടുക്കണം പിടിക്കണം. എന്താ എല്ലായിടത്തും എവിടെ ഇങ്ങനെ കിടക്കാനുണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ പൈപ്പും കാര്യങ്ങളും വാട്ടർ ടാങ്കും ഒക്കെ അവിടെയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഒരു 5 സ്റ്റാർ തട്ടുകടയിലാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ പാചകം. ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ സംഭവങ്ങൾ. ഇത് ഇങ്ങനെ അപ്പം ഞാൻ ചായയും കുടിച്ച് ഈ ദോശയും കഴിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ. ഇനി കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നെയ്യൊഴിച്ചാണ് ചുട്ടത്. എന്നും നെയ്യൊഴിക്കില്ല, ഇന്നൊരു ദിവസം ഒരു രുചി ആയിക്കോട്ടെ വെച്ചു. എന്നും നെയ്യൊന്നും ഒഴിക്കണ്ട. അപ്പോൾ ഈ 5 സ്റ്റാർ തട്ടുകടയും ഈ ബ്രേക്ക്ഫാസ്റ്റും ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്.